ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഈ ഇരിക്കണ വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ ഗൈസ്, പുതിയ എൽ സി എടുത്തിട്ട് കുറേ നാളായി. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നൂടാ. എൽ സി എടുത്ത് നേരം വർക്ക് ചെയ്ത് കുറേ ഞാൻ ഇതായിട്ട് ഓടി, കുറേ ഞാൻ കറങ്ങിയിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോ എടുക്കാൻ നോക്കി ഇതിൻ്റെയൊക്കെ ഇടയിൽ. എന്നിട്ട് എല്ലാം ഫ്ലോപ്പായിക്കൊണ്ടിരിക്കണേന്ന്. എൽ സി വർക്ക് ചെയ്യാനായിട്ട് ഇന്നലെ ആയിട്ടുള്ളൂ. ഇന്നലെയാണ് വർക്ക് ചെയ്യണത്. എടുത്തിട്ട് ഒരു 1.5 മാസം എടുത്തായി. അപ്പം ഇനി ഫ്യൂൽ അടിക്കണം. ഞാൻ പറയില്ല, കുറേ ഓടി ഇതായിട്ട്. അപ്പം ഞാൻ ഇപ്പോൾ പബ്ലിക് റൂമിലാണ്. കണ്ട 0. ഇതാണ് പ്രശ്നം. ഇഷ്ടമില്ലാത്ത കാര്യം. ആരെയൊക്കെ വരട്ടെ, എന്നെ വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. വേറെ പണിയൊന്നുമില്ലല്ലേ ഗൈസ്? വേറെ പണിയൊന്നും ഉണ്ടായില്ല. അപ്പം ആരും വരാത്തോണ്ട് ഞാൻ നേരെ ഒറ്റക്ക് അങ്ങോട്ട് കയറാൻ തുടങ്ങി. അപ്പം കണ്ടിട്ട് പോവാ. ഓക്കെ. അപ്പം നമ്മുടെ തലയുടെ ഭാഗമൊക്കെ കണ്ട് ഇവിടെ കയറാൻ പോവാണ്. ഇവിടെ അടുത്തൊരു സംഭവമുണ്ട്. ടാക്സി ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. വണ്ടി ചില്ലാറ് ഇതായിട്ട് നോക്കണം. ഇവിടെ ഇതിനു മുമ്പ് അൺഫെയർ ആയിട്ട് പിന്നെ എൽ സി ആയിട്ട് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കണത് ഇപ്പം ആദ്യമായിട്ടാണ്. എന്നാലും സംഭവം ഇവിടെ എന്നാവും. നമ്മ ഫൗണ്ടൈനിലോട്ട് എല്ലാവരുടെ അടുത്ത് തന്നെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. അതേനാ ഇത് കണ്ട നിങ്ങ ഏതൊക്കെ ഇതാരും വെടിച്ചിട്ട് ഫ്ലൈനാന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മൾ അബിയോക്സിന്റെ മറ്റേ മാസ്ക് കൊണ്ടൊന്ന് ഇടിച്ചിട്ട് എന്നാണ് പറഞ്ഞത്. അതും ഞങ്ങൾക്ക് കാര്യമാക്കണ്ട. അയ്യോ വേറെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇവിടെ അടുത്ത് എവിടെയാ തന്നെയാണ് ആ ഒരു ഫൗണ്ടൈൻ്റെ ഒരു ഇത് വന്നത്. ഇത് മനസ്സിലായ? അയ്യേ ഇവിടെ ഇല്ല. എനിക്ക് ABS ഉള്ളതുകൊണ്ട് ഒരു പേടിയുമില്ല. ശരിക്കും പറഞ്ഞ ABS ഒരു നല്ലൊരു ഫീച്ചറാണ്. അയ്യോ കേടാ, ഇവിടെ നോക്കിയിട്ട് ഒന്നും നടക്കണില്ല. വണ്ടി വലിയണുണ്ട്, നല്ല പുള്ളിയുള്ള വണ്ടിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ ചമ്മിയ ഇല്ല, ഈസി എങ്ങനെ തമ്മിപ്പിക്കൂല. കത്തിച്ചു വിടുവാപ്പാ. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരിക്കും കയറി പോണത് കണ്ട. ഇങ്ങനെ കയറി പോവാൻ കണ്ട കുതിച്ച് നിക്കണ ഇത് കണ്ട നിങ്ങൾ. ഇവിടെ ഒരു സീക്രട്ട് പ്ലേസും കൂടി ഉണ്ട്. അതൊക്കെ പറഞ്ഞു തന്നെ. ഇറക്കി, വണ്ടി ഇറക്കി. ഇതേ കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ഇത്. ഞാൻ ഇറങ്ങിയേട്ടാ. ഇതെന്നാ അറിയൂടാ, മറ്റേ ക്രാഫ്റ്റ് അല്ല പബ്ജിയിലുള്ള ഇതാണ്. പബ്ജിയിലത്തെ പിന്നെ പൈസ ഇടുന്ന രീതിയിൽ അവിടെയാണ് ഇത്. അയ്യോ ഞാൻ പറഞ്ഞ സീക്രട്ട് ബേസ്. ഇത് കണ്ട, മുകളിൽ മാത്രമുള്ളൂടെ വെള്ളം. ഇതിവിടെ മൊത്തം ഇതാണ്, ഷൊട്ടാണ്. ഇവിടെ ഫുള്ള് ലൊട്ട. നമുക്ക് എന്തായാലും ഇനി വണ്ടിയായിട്ട് ഇതായിട്ടൊന്ന് ചാടിച്ചു പോകാം. അല്ല എനിക്ക് നിധി വേണ്ടേ? അമ്പടി കുട്ടി, എനിക്ക് നിധി വേണം. അയ്യേ 2000-ന്റെ നിധി. ഒരു നിധിയുമില്ല ഇവിടെ. കേരള വണ്ടിയിൽ നമുക്ക് പോവാ. ഇവിടെയൊക്കെ എന്തുണ്ടായിട്ടാണ്. നമുക്ക് പിന്നെ ഈ ക്ലെയിം ഒന്ന് ഇറങ്ങി നോക്കിയാലോ? എന്താ അഭിപ്രായം? ഇറങ്ങാം. ശിവണേ ഡാ,
നിക്ക് 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 ഞാനിപ്പോ എവിടെയാടാ കണ്ട എന്താണ് പെട്ടെന്ന് ഗ്രാഫിക്സ് ഒരു ചേഞ്ച് അടിച്ചേ ഗ്രാഫിക്സ് ഇങ്ങനെ അല്ലല്ലോ ഞാൻ സെറ്റ് ചെയ്തേ ചെറിയൊരു സ്മോക്കും ഇതൊക്കെ ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തത് ഓക്കെ ഇതാണ് ഇൻതേർട്ടൻ്റെ ഐഡൻറ്റിറ്റി ഗ്രാഫിക്സ് എല്ലാത്തിനും ഒരു ഐഡൻറ്റിറ്റി വേണ്ടടേ നമ്മൾ ഫുള്ള് ഇടിച്ച് പൊളിക്കലാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അതുകൊണ്ട് മീറ്റപ്പ് വെച്ചാലോ എന്നൊരു ഉദ്ദേശമുണ്ട് താല്പര്യമുള്ളവർ കമൻ്റ് അടി ഓൺലി CPM പ്ലേയേഴ്സ് നാളെ വെക്കണമെങ്കിൽ അല്ല നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് നാളെ വെക്കാം നിങ്ങൾ പറ മെയിന് രണ്ടൊന്ന് ഫോട്ടോ എടുക്കണ്ടേ അവിടെ പോണം അയ്യോ നമ്മുടെ ഇന്റീരിയർ ഞാൻ കാണിച്ചില്ലല്ലേ ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം ഇതാണ് അല്ലേ ഇങ്ങനെയൊക്കെ ഒരു ഇന്റീരിയർ വന്നത് ഇങ്ങനെയാണ് ഇത് കണ്ടത് ഇന്റീരിയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ല എല്ലാം എനിക്ക് കൊള്ളാം പിന്നെ എനിക്കിപ്പോ ബമ്പറും കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റാൻ കൊണ്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് പോവാടേ അതേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാ വണ്ടിയില്ല അല്ല വണ്ടി പോലെ പിന്നെ M5ന്റെ ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഷൂട്ടിട്ടിട്ട് ഏതന്മാരൊക്കെയോ വന്ന് നമ്മളെ വണ്ടിക്ക് ഇത് ഇട്ടിട്ട് എന്താ കോപ്പിറൈറ്റ് ഇട്ടാണ് അവൻ ഏതവനാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഒരു സാധനം ഇപ്പൊ ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഇതുവരെ ആയിട്ട് കോപ്പിറൈറ്റ് ആയിട്ടൊന്നും ഇട്ടില്ല നമ്മ അങ്ങനത്തെ ആളല്ല നാളത്തെ മീറ്റപ്പിന്റെ കാര്യം വേണമെങ്കിൽ പറ ഞാൻ വണ്ടി കൂടെ കാണിച്ചു തരാം എന്നിട്ട് കാർ കളക്ഷൻ വീഡിയോ ഇങ്ങനെയൊക്കെ പറഞ്ഞു തട്ടിക്കൂടി പറഞ്ഞു കാറ് ഞാൻ ഇപ്പൊ സർവീസ് ചെയ്യാൻ കിട്ടിയാണ് ഇവൻ ഭയങ്കര കൂടിയാണ്ടാമ ഇവനല്ല M5ന്റെ ലുക്ക് ഇതിനാ മാറ്റി ആ ഐഡന്റിറ്റി അങ്ങോട്ട് മാറ്റി ഞാൻ കുറെ നാളിപ്പോ ഐഡന്റിറ്റി എന്നും പറഞ്ഞേ ഞാൻ വെയിറ്റ് കളറൊക്കെ അടിച്ച് എങ്ങനെ നടക്കണേന്ന് എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ സ്റ്റിക്കർ അങ്ങോട്ട് ഊരിയപ്പ മോനെ എന്താ M5ന്റെ തനി ഇത് ഞാൻ അപ്പടാ പറഞ്ഞത് തനി ഒരു ഭംഗിയുണ്ടല്ലേ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് M5ന് ഞാൻ ഇപ്പൊ ബാക്കടി ചെയ്യാൻ പോണ അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്റെ സസ്സാണ്ടറിയില്ല സീനാണ് ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷനാണ് അതിൻ്റെ പിന്നെ ഞാൻ ഫുള്ളങ്ങടെ കൂട്ടിയിട്ടാണ് കണ്ട ഫുള്ളിങ്ങാണ്ടാ ഇനിയിപ്പോ വാഷിംഗ് സെറ്റ് ഞാൻ ബാക്കടിക്കും വാഷിംഗ് ഇനി വണ്ടി കുളിപ്പിച്ച് റെഡിയാക്കി ഞാൻ നിർത്തി നൈസ് ഇനി ഞാനിപ്പോൾ ഒരു വീഡിയോ എത്ര മിനിറ്റ് പെടുത്തേണ്ടെന്നറിയോ 16 അല്ലേ 16 മിനിറ്റ് ആയി ഇപ്പം തന്നെ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ എത്ര മിനിറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ M5 അങ്ങടിക്കണ്ടേ ഇപ്പം എൻ്റെ കയ്യിൽ 3 വണ്ടികൾ മാത്രമേ ഉള്ളൂ എല്ലാ വണ്ടിയും ആരോ ഹാക്കടിക്കണം പോയാണ് ഹാക്കാക്കിയാണോ M5 3, 2, 1 കണ്ട വണ്ടി നമ്മളെ അഗൂരി പിന്നെ അഗോരിക്ക് നമ്മുടെ M5ന് പറ്റിയ നല്ലൊരു പേര് പറ അത് അഗൂരി മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പേരുണ്ടോ ഇങ്ങനത്തേക്ക് നല്ല പേര് പറ നമുക്ക് സെറ്റാകാം അഗോരി എന്നുള്ളൊരു പേര് ബമ്പർ കയറ്റി വേണ്ട 2 ബമ്പറും കയറ്റി
എനിക്ക് എവിടെന്നെങ്കിലൊക്കെ W16 ഉള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്യേ. എനിക്കൊരു W16 വെക്കണം. പൈസയൊക്കെ ഞാൻ തരാം. ഇപ്പം ഈ കാണുന്ന പൈസ ഒന്നുമല്ല. ടയറിൽ ഇപ്പൊ റേറ്റിംഗ് എഴുതി തൊട്ടിതാണ് എൻ്റെ ഐഡന്റിറ്റി കാർഡ്. പിന്നെ നമ്പർ പ്ലേറ്റ് ആ നമ്പർ പ്ലേറ്റ് അവിടെ ഉണ്ട്. നമ്പർ പ്ലേറ്റ് മാറണോട്ട് അത് വേറെ ഷോഫാണ്. അതെനിക്ക് അതൊന്നല്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. ഈ M5 ഞാൻ ആ 50 ഓഫ് റോഡ് ഇല്ലേ, പിന്നെ ആ സിവിക്ക് ഞാൻ മോഡിഫൈ ചെയ്താണ്. ഓഫ് മിറാന്ന് പറഞ്ഞ എഡീഷൻ വണ്ടി. ഇതുവരെയായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ഇതാ എൻ്റെ ഫേവറേറ്റ് കാർ. നിങ്ങളെ പറ്റിച്ചാണ് എൻ്റെ ഐഡിയുണ്ട് കുറേ കാർ. ഇതെനിക്ക് മറ്റേ ഫ്രീ കാറായിട്ട് കിട്ടിയ കാറ്. അതൊന്നും ഞാൻ മടങ്ങിയിട്ടില്ല, ഒന്നും മടങ്ങിയിട്ടില്ല. ഈ കാറുകൾക്ക് സബ്സ്ക്രൈബേഴ്സിനുള്ള ഫ്രീ കാർസ്. ഞാൻ ഇന്ന് തന്നെ ഒരുത്തന്നെ ഫ്രീ കാർ കൊടുത്ത്. മറ്റേ 1.8 ബെൻസില്ലേ, ഏത് ബെൻസാകുമ്പോൾ അത് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം ഏതായിരിക്കും. സേവിങ്സ് തുടങ്ങിയാണ് ഞാൻ. വെറും സേവിങ്സ് അല്ല, ചില്ലറ സേവിങ്സാണ്. അതെ ആ കാർ എവിടെയാണ് എനിക്കറിയാത്തത്. ദീക്കർ ഇത് പോർഷല്ല. പോർഷ് മേടിക്കാനുള്ള പഠിച്ചിട്ടുണ്ട് ഇല്ല. പോർഷൊക്കെ വഴി എനിക്ക് മേടിക്കാനുള്ള ഇതുണ്ട്, ശക്തിയുണ്ട്. നമ്മ മേടിക്കാത്ത നമുക്കാണെങ്കിൽ നാളെ തന്നെ വേണമെങ്കിൽ ഇതെടുക്കുക. ഈ ബെൻസ് എനിക്ക് അതിനുള്ള പവറുണ്ട്. എനിക്ക് നിങ്ങൾക്ക് അറിയാൻ തന്നെ കാറ് നമുക്ക് നിങ്ങൾ കമൻറ്റ് പറയാടേ. അമ്മ ഏത് കാറ് വേണേലും കാണാം. നമുക്ക് നിങ്ങൾക്ക് ഏത് കാറ് വേണം ഞാൻ എടുത്തുതരാം. ഗോൾഡ് കാറ് പറയല്ലേ, നമ്മൾ ഒന്നും ചെയ്യാത്ത അക്കൗണ്ടാണ്. ഞാൻ തോറ്റ് തുന്നുമ്പോൾ ഉറപ്പാണ്. പിന്നെ ഞാൻ പറയണേൽ എനിക്ക് പഴയതിനോടാണ് താല്പര്യം. പുതിയ ഇത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ലാൻഡ് എടുക്കണമെന്നുണ്ട്. ലാൻഡ് എനിക്ക് ഇഷ്ടമല്ല. ഈ ലാൻഡ് ഇഷ്ടമല്ല, പഴയ ലാൻഡാ ഇഷ്ടം. അല്ല ലാൻഡ് എന്നല്ല, LC. ഇതിനൊന്നും ഡിമാൻഡ് ഇല്ലടേ. വെറും ടൈപ്പ് വണ്ടികള്. ഇതും ടൈപ്പാണല്ലേ, ആൽഫാവി. ഇതൊക്കെ ഇതൊക്കെ കളങ്ങിണ്ടല്ല. ഒട്ടണ പൈസ നോക്കി എന്നാ എത്ര ചിപ്പി ഉണ്ടെന്ന് നോക്ക്. അമ്മാരിനോടൊക്കെ ഉള്ളോടൊന്നും പോയി ഇരിക്കാൻ പറഞ്ഞ. കറി മോഡലാകുമ്പോ ഒരു ഗമ്മുണ്ട്, ഒരു ഗുമ്മ് ഇല്ലേ, ഗമ്മ്. പിന്നെ ഇതാകുമ്പോ നമുക്ക് ഫുള്ള് മറ്റേ കിറ്റാണത്, എന്താ പറയാ, ഗോൾഡൻ കിറ്റല്ല വന്നത്, എല്ലാം ഗോൾഡ് കിറ്റാ. പോടാ മീരേ. ഞാൻ കാറിന് ഞാൻ കൊടുക്കും. ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും ബൈ ഉണ്ടേ.